ലഹരി കേസിൽ പോലീസ് പിടിയിലായ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ സിനിമാ സംഘടനയായ അമ്മ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ സാർ? ഇല്ല. ഫാമിലി നോ. എന്തുകൊണ്ടാണ്? എംഫാറ്റിക്കലി നോ. അതിൻ്റെ ഉത്തരം വളരെ മുമ്പേ തന്നെ പറയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ തന്നെ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? പത്രക്കാർ എന്നോട് ചോദിക്കുന്നു മയക്കുമരുന്നിനെ പറ്റി. സിനിമയിൽ എത്രയോ പേര് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, ടെക്നീഷ്യന്മാർ ഉൾപ്പെടെ എല്ലാവരും എത്രയോ പേരാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നെ മാത്രം എന്താ ബലിയാടാക്കുന്നത്? ഇതാണ് അദ്ദേഹം ചോദിച്ചത്. ഇതുകൂടാതെ ഇതിനേക്കാൾ കൂടിയ ആളുകൾ, നടന്മാർ, അവരുപയോഗിക്കുന്നു. നിങ്ങളെന്താ അവരോടൊന്നും ചോദ്യം ചോദിക്കാത്തത്? പോലീസുകാരോട് എന്നാ ചോദിച്ചത്? നിങ്ങൾ എന്നെ മാത്രം വേട്ടയാടുന്നതിനാ പലരും ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ. സിനിമാ മേഖലയിൽ ഈ സെറ്റുകൾക്കുള്ളിൽ അഭിനയിക്കുന്ന സമയത്ത് പല നടന്മാർ കാരവാനിൽ, സെറ്റിൽ മാത്രമല്ല കാരവാനിലും പ്രധാനപ്പെട്ട പോയിൻ്റാണ്. സെറ്റിലുള്ളത് നോക്കാൻ ഇപ്പോൾ ഏർപ്പാടുണ്ട്, പക്ഷേ കാരവാനിലുള്ളത് നോക്കാൻ ഇപ്പോഴും ഏർപ്പാടില്ലെന്ന് പോലീസ് ഓഫീസർമാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അതിനാണ് കാരാവാൻ. ഇതൊക്കെയാണ് ഈ സിനിമാ സംസ്കാരം. നാറുന്ന വൃത്തികെട്ട ഒരു ഫീൽഡാണത്. എല്ലാ സിനിമകൾക്കും അല്ല, പൊതുവേ ഇതെല്ലാം ഞങ്ങളുടെ അവകാശങ്ങളാണെന്ന് അങ്ങനെ ഒരു ആക്ഷേപം വളരെ ശക്തമാണ്. വളരെ ശക്തമല്ല, സത്യവുമാണ്. ഇത് തങ്ങളുടെ താരസിംഹാസനങ്ങളാണ്, ഇവിടെങ്ങും ആരും പ്രവേശിക്കാനും പാടില്ലെന്ന് ഒരു പ്രത്യേക സാമ്രാജ്യം, ഒരു പ്രത്യേക രാജ്യം, ഒരു പ്രത്യേക ഭരണഘടനയൊക്കെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് പ്രത്യേക നിയമം. ഇതിൽ ഞാൻ പറഞ്ഞത് ഒരു നത്തോലി മാത്രമാണ് ഈ ഷൈൻ ടോം. ഇദ്ദേഹത്തിൻ്റെ കേസ് തന്നെ ഇപ്പോൾ പ്രബലമാവാൻ കാര്യം എന്താ? വിൻസി എന്ന് പറയുന്ന ഒരു നടി ഇദ്ദേഹത്തെ ഉദ്ദേശിച്ചൊരു പരാമർശം നടത്തി. ഇദ്ദേഹത്തിൻ്റെ പേര് പോലും പറഞ്ഞിട്ടില്ല. പേരെങ്ങനെയോ പുറത്തു വന്നപ്പോൾ വിൻസി അകത്തേക്ക് പോയി പ്രതിഷേധിച്ചു ഈ പേര് പുറത്തു വിട്ടതിന്. എന്താണ് കാരണം? സമ്മർദ്ദം അത്ര വലുതാണ്. സിനിമാ ഫീൽഡിൻ്റെ സമ്മർദ്ദം അത്ര വലുതാണ്. അത് താങ്കാൻ കഴിവില്ലാത്ത വിൻസി, അവർക്കെതിരെ ആ സിനിമയുടെ സംവിധായകൻ അടക്കമുള്ള ആൾക്കാർ രംഗത്ത് വരികയും വിൻസി അങ്ങനെ ഒരു പരാതി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. വലിയ സമ്മർദ്ദമാണ് എന്ന് വിൻസിക്ക് പരാതി പിൻവലിക്കേണ്ടി വന്നു. അത്രമാത്രം സമ്മർദ്ദമാണ് വന്നത്. പലതരത്തിലുണ്ട്. ഷൈൻ ടോമിൽ നിന്ന് തന്നെ ചിലപ്പോൾ സമ്മർദ്ദം വന്നിരിക്കാം. പേര് പോലും പറയാതെ പറഞ്ഞിട്ടും ആ കുട്ടിക്കുണ്ടായ ഒരു സമ്മർദ്ദം കൊണ്ട് ഇപ്പോൾ പത്രക്കാർ ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ ബബ്ബ എന്ന് പറയുന്ന പോലെയാണ് ആ കുട്ടി പറയുന്നത്. അപ്പോൾ ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വ്യക്തമായിട്ടൊരു ഉത്തരം പറയാൻ കഴിയുന്നില്ല. താനൊരു ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്നത്, മയക്കുമരുന്നിനെ അഡിക്റ്റായ ഒരു വ്യക്തി തന്നെ പിന്തുടർന്നു, തൻ്റെ കോളർ ശരിയാക്കാൻ തന്നെ സഹായിക്കുമെന്ന് പറയും. എത്ര അപമര്യാദമായ പെരുമാറ്റമാണ് പൊതുസമൂഹത്തിൽ. ഇങ്ങനൊരു പരാതി പോയി കഴിഞ്ഞാൽ സാധാരണഗതിയിലെ ഇന്ത്യയുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് ചെയ്യേണ്ടത് ആളിനെ അപ്പം തന്നെ യാതൊരു വിധമായിട്ടുള്ള FIR ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്ത് തൂക്കിയെടുത്ത് ജയിലിലിടാം. ഇതാണ് പുതിയ നിയമം. യാതൊരു ചോദ്യം ചെയ്യൽ വേണ്ട. മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്, അല്ല FIRൻ്റെ അടിസ്ഥാനത്തിലല്ല അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് വർമ്മ ഇവിടെ ശുപാർശ അനുസരിച്ച് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ചട്ടമാണ്, ചട്ടമാക്കപ്പെട്ട നിയമമാണിത്. ചെയ്യാം. എന്താ ചെയ്യാത്തത്? പോട്ടെ, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പരാതി കിട്ടി. സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടത്? അവർ ഏതൊരു സംഘടനയ്ക്കും, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലാണെങ്കിൽ ഇന്റേണൽ കമ്മിറ്റി ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഇന്റേണൽ കമ്മിറ്റി ഉണ്ടെന്ന് പറയുന്നു. ഇന്റേണൽ കമ്മിറ്റി ചേർന്നിട്ട് ഈ ആരോപണത്തിന് വിധേയമായ ആളിനെ അപ്പം തന്നെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയെങ്കിലും ചെയ്യണം. പരിശോധിച്ച് അദ്ദേഹം അഗ്നിശുക്തനായിട്ട് തിരിച്ചു വരുവാണെങ്കിൽ അല്ലേ പ്രവേശിപ്പിക്കേണ്ടത്. ഇത് അമ്മ ഇങ്ങനെ മീറ്റിംഗ് കൂടുക, അവരിങ്ങനെ താരഗോപുരങ്ങളെല്ലാം കൂടെ ചേർന്ന് മീറ്റിംഗ് നടന്നിട്ട് ഞങ്ങൾ തീരുമാനം താമസിച്ചുള്ളൂ. അങ്ങനെ വൈകിക്കേണ്ട ഒരു കേസാണോ ഇത്? അങ്ങനെയാണോ? ടോപ്പ് പ്രയോറിറ്റിയാണ് ഒരു പെണ്ണിൻ്റെ മൊഴിക്ക് നടക്കുന്ന പെണ്ണുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കാണ്. അതും ലഹരി ഉപയോഗിച്ചിട്ട് ഈ രാജ്യത്ത്, ഈ ജനാധിപത്യ രാജ്യത്ത് അത് ഹഷപ്പ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ക്രൂരമായ ശ്രമങ്ങളല്ലേ നടക്കുന്നത്? ക്രൂരവും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ നീതിക്ക് നിരക്കാത്തതും നിയമത്തിന് നിരക്കാത്തതുമായിട്ടുള്ളത് നടക്കുമ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം എവിടെ? ഇവിടുത്തെ ഭരണകൂടങ്ങൾ എവിടെ? ഇവിടുത്തെ നിയമപാലകരെവിടെ? നീതിപീഠങ്ങൾ എവിടെ? ആ കൗരവ സദസ്സിൽ പെട്ടുപോയ പാഞ്ചാലിയെ പോലെ നിൽക്കുകയാണ്, നിസ്സഹായമായി നിൽക്കുകയാണ് പെൺകുട്ടികൾ. അതുകൊണ്ടാണ് വേറൊരാൾ ഇനി വീണ്ടും ഒരു പരാതിക്ക് പോകാത്തത്. അത്രമാത്രം ഭീഷണികളും സമ്മർദ്ദങ്ങളും അനാസ്ഥകളുമാണ്. മാതൃക കാണിക്കായിരുന്നു താരസിംഹാസനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഈ അമ്മയ്ക്ക്. എന്താണ് വലിയ കോക്കസായി മാറിയിരിക്കുകയാണ്, ഉപജാപക സംഘമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, പ്രശാന്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം,
എന്നെ മാത്രം ഇരയാക്കുന്നു. ഷൈൻ ടോം ഇതുവരെ മറ്റു പേരുകൾ പറഞ്ഞിട്ടില്ല. പേരുകളെല്ലാം നേരിട്ട് അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. ഇദ്ദേഹത്തിനെ പുറത്താക്കി എന്ത് സംഭവിക്കും, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും? നേരെ അദ്ദേഹം വിളിച്ചൊരു പത്രസമ്മേളനം അങ്ങ് നടത്തും. ഈ രാജ്യത്ത് അതിന് സ്വാതന്ത്ര്യമുണ്ട്. ഇദ്ദേഹത്തെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അത്രമാത്രം സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. തിങ്കളാഴ്ച സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ട് തിങ്കളാഴ്ച വീണ്ടും വരാൻ പറഞ്ഞു. അത് വരണ്ടെന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തല്ല, അറസ്റ്റ് രേഖപ്പെടുത്തി, അത് മാത്രമാണ്. അല്ലാതെ അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ. റിമാൻഡ് ചെയ്തിട്ടില്ല. അപ്പോഴേ അറസ്റ്റിൻ്റെ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആവും. അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യുക. ഒരാളുടെ നടപ്പ് അവിടെ നിർത്തുക, തടഞ്ഞു വയ്ക്കുക എന്ന് പറഞ്ഞാൽ അറസ്റ്റായി. അതല്ല അതിൻ്റെ പ്രൊസീജിയർ. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്ത് റിമാൻഡിലെടുത്തിട്ട് ചോദ്യം ചെയ്യുക. അതാണ് അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അതിനു വേണ്ടിയാണ്. അറസ്റ്റ് എന്ന് പറഞ്ഞാൽ നിർത്തുക എന്നുള്ളത് മാത്രമേ അർത്ഥമുള്ളൂ. മുന്നോട്ടുള്ള പോക്ക് തടസ്സപ്പെടുത്തുക, അതാണ് അറസ്റ്റ്. അറസ്റ്റഡ് ഹിസ് ഫോർവേഡ് മൂവ്മെൻറ്റ്, അതാണ് അറസ്റ്റ് എന്ന് പറയുന്നത്. അത് തീർന്നു. പ്രൊസീജിയർ അതല്ല. അതനുസരിച്ച് കസ്റ്റഡിയിൽ എടുത്തിട്ട് ചോദ്യം ചെയ്യണം, റിമാൻഡ് ചെയ്യണം. കോടതി ഹാജരാക്കിയതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്ത് സെല്ലിലിട്ട് ചോദ്യം ചെയ്യണം. നടന്നിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? അത് എന്തേ നടക്കാത്ത? പാവപ്പെട്ട ഒക്കത്ത് കുഞ്ഞുമായിട്ട് അവളുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടി ഇടുക്കിയിൽ നിന്ന് വന്ന അമ്മ കോട്ടയത്ത് വെച്ച് അറസ്റ്റിലായി. അവൾ ജയിലിലാണ്. വിചാരണയ്ക്ക് വിധേയമായിട്ട് ഇന്ന് സബ് ജയിലിലോ എവിടെയോ കിടക്കുകയാണ്, ഉഴലുകയാണ് കൈക്കുഞ്ഞുമായിട്ട് വന്ന തള്ള. ഇത്തിരി പണത്തിന്, സുഖത്തിന് വേണ്ടിയല്ല, സുഖിക്കാൻ വേണ്ടിയല്ല, ഇത്തിരി പൈസ, നിത്യ ഉപജീവന മാർഗത്തിന് വേണ്ടി, നിത്യജീവിതം നിലനിർത്താൻ വേണ്ടി, അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി. അപ്പം അങ്ങനെയൊക്കെ നടക്കുന്ന ഈ രാജ്യത്ത് എന്താ ഈ സിനിമാ നടന്മാർക്ക് എന്തേ കൊമ്പുണ്ടോ? എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. കൊമ്പുണ്ടോ അവർക്ക്? എന്നിട്ട് ഈ താരസംഘടനകളെല്ലാം കൂടെ കൂടി വലിയ കോലാഹലത്തോടു കൂടി ഞങ്ങളിപ്പോൾ നടപടിയെടുത്ത് കളയും, ഉലുത്തി കളയും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറഞ്ഞു ഷൈൻ ടോം? ഇപ്പോൾ നടപടിയൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പോൾ പറയുന്നത് ഇന്റേണൽ കമ്മിറ്റി ഇദ്ദേഹം മാപ്പ് പറഞ്ഞു. ഒരു മാപ്പിൽ തരുന്ന കുറ്റമാണോ ഇത്? ഇതാ കൊള്ളാമല്ലോ. ദിലീപിനും മാപ്പ് പറഞ്ഞാൽ പോരെ? ഇദ്ദേഹത്തെ ഇങ്ങനെ വേട്ടയാടണ്ടല്ലോ, നശിപ്പിച്ച് കളയണ്ടല്ലോ. എന്തേ അങ്ങനെ സംഭവിക്കാത്തത്? എല്ലാവരും അങ്ങ് മാപ്പ് പറഞ്ഞു. അയ്യോ മാപ്പ്, എല്ലാ ക്രൂരൻ. അല്ല, അങ്ങനെ ഒരു വകുപ്പ് നമ്മുടെ ഈ ഭാരതീയ ന്യായ സംഹിതയിൽ ഉണ്ടോ? ഈ സ്ത്രീ പീഡനത്തിന് മാപ്പ് പറഞ്ഞാൽ മാപ്പ് പറഞ്ഞുകൊണ്ട് നടപടിയില്ലെന്ന്. എന്ത് പരിഹാസ്യമാണ് ഇവരെ. സിനിമയിലൊക്കെ ഇവർ കാണിക്കുന്നത് ഇങ്ങനല്ലല്ലോ. വലിയ ആദർശ ബിംബങ്ങളായിട്ടുള്ള നായകന്മാരായിട്ടാണല്ലോ ഇവർ പലരും അഭിനയിച്ച് കാണിക്കുന്നത്, പാർനാടി കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കാപഢ്യമാണ്. സിനിമ സ്ക്രീനിലെ വെള്ളിത്തിരയിലെ പോലെ കാപഢ്യമാണ് ഇവർ പറയുന്നത്. അകത്ത് നടക്കുന്ന നടപടി സ്ത്രീ വിരുദ്ധമാണ്. അതാണ് അതിൻ്റെ പോയിന്റ്. സ്ത്രീ വിരുദ്ധമായിട്ടുള്ള, സ്ത്രീകൾ തങ്ങളുടെ ഉപഭോഗ വസ്തുക്കൾ മാത്രമാണ്, ഭോഗ തൃഷ്ണ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമാണെന്നുള്ള ഒരു വ്യവസ്ഥിതിയാണ്. അതുപോലെ തന്നെ സാർ, ഈ ഷൈൻ ടോം ചാക്കോ മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. അതായത് ആലപ്പുഴയിലെ മാരാരിക്കുളത്ത് ഒരു റിസോർട്ടിൽ നിന്നും പിടിയിലായ തസ്ലീമ സുൽത്താന, അവർ വളരെ വില കൂടിയ ലഹരിയുമായിട്ടാണ് ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതിയാണ്. ആ സ്ത്രീയെ എനിക്ക് പരിചയമുണ്ട്, ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുണ്ട് എന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും ഒരു അവര് റിമാൻഡിലാണ്, അവരുടെ ഭർത്താവ് അറസ്റ്റിലാണ്, അവരുടെ വിദേശ ബന്ധം മനസ്സിലാക്കി. പക്ഷെ അതാണ് സാർ, ആ കേസിൽ തുടരന്വേഷണമില്ല. ഇതൊക്കെ വളരെ ഒരുപാട് നമ്മൾ ഈ കാണുന്നത് ഒന്നും സത്യം പറഞ്ഞാൽ മിഥ്യയാണ്, വെറും മിഥ്യയാണ്. നമ്മൾ ഇത് ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ഈ സംസ്ഥാനം മുഴുവൻ ഒരു യജ്ഞത്തിലാണ് ഇന്ന്. മയക്കുമരുന്നിനെതിരെ മാധ്യമങ്ങൾ മുഴുവൻ ഇതിൻ്റെ പുറകെ കൂടിയതാണ്. പ്രശ്നം ഞാൻ പറയുന്നതല്ല, മയക്കുമരുന്നിനെതിരെ മേലധ്യക്ഷന്മാരുടെ, രാഷ്ട്രീയക്കാരുടെ എല്ലാം നേതാക്കളുടെ. അപ്പം അങ്ങനെ ഉപയോഗിച്ച ഒരാളെ അതിൻ്റെ പേരിൽ ഒരു പെണ്ണിനെ പരാതി ചെയ്യപ്പെടേണ്ടി വന്ന ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ട് ഈ സംവിധാനത്തെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ? നിങ്ങൾ ഈ വിളിച്ചുകൂട്ടിയ സമ്മേളനങ്ങളുടെ സന്ദേശം എന്താണ്? നിങ്ങളുടെ 4ാം വാർഷികത്തിൽ, നിങ്ങളുടെ 2ാം പിണറായി മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിൽ എന്ന വലിയൊരു ചോദ്യചിഹ്നം അവിടെ നിൽക്കുകയാണ്.